ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. നാം ആരും ആഗ്രഹിക്കാത്ത കാര്യമാണ് തന്നെ നശിപ്പിക്കുക എന്നത്. ബുദ്ധിയുള്ള ആരും സ്വയമായി നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയില്ല, അല്ലേ? എന്നാൽ ഈ ലോക ജീവിതത്തിൽ പല മാനസിക സംഘർഷങ്ങളിലൂടെ പല കാലങ്ങളിലായി കടന്നു വന്ന് വിഷാദമെന്ന രോഗം അതികഠിനമായി മനസ്സിനെ അലട്ടുന്ന സമയം ചിലരെങ്കിലും ചിന്തിക്കുന്ന ഒരു പാതയാണ് തന്നെ നശിപ്പിക്കാം, ഇല്ലാതാക്കാം എന്നത്. ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ചില ജീവിതങ്ങൾ, സ്വയമായി എരിഞ്ഞടങ്ങാൻ വെമ്പുന്ന മനസ്സുകൾ. എന്നാൽ അവർ അറിയുന്നില്ല അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നത്. ഈ ലോകത്തിലേക്ക് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ഉദയം ചെയ്ത യേശു എന്ന ദൈവം. ആ യേശുവിൻ്റെ വാക്കുകളാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. ഇവിടെ യേശു പറയുകയാണ്, വിഷാദരോഗത്താലോ മാനസിക സമ്മർദ്ദത്താലോ അല്ല, മറിച്ച് ലോകം മുഴുവൻ നേടിയിട്ടും, എന്ന് വെച്ചാൽ ധനം, മാനം, സർവ സൗകര്യങ്ങളും, അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്ന ഒരുവൻ തന്നെ നശിപ്പിക്കുന്നതിനെ പറ്റിയാണ്, തന്നെ നഷ്ടപ്പെടുത്തുന്നതിനെ പറ്റിയാണ് യേശു ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ രണ്ട് വിധത്തിലാണെങ്കിലും യേശു ഇന്ന് നാം ഓരോരുത്തരോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, സ്വയമായി എരിഞ്ഞടങ്ങിയാൽ നിനക്ക് എന്ത് പ്രയോജനം എന്ന്. ആർക്കാണ് നഷ്ടം? നിനക്ക് മാത്രം എന്ന്. അങ്ങനെ സ്വയം നശിക്കേണ്ടവരാണോ നാം? ഒരിക്കലുമല്ല, അല്ലേ? എന്തിലാണ് നമ്മുടെ യഥാർത്ഥ ജീവിത മൂല്യം ഇരിക്കുന്നത്? ഏതിലാണ് നമ്മുടെ യഥാർത്ഥ ലാഭം ഇരിക്കുന്നത്? നമ്മുടെ നശിച്ചു പോകുന്ന ശരീരത്തിലുള്ള ആത്മാവിൻ്റെ രക്ഷയിൽ. ഏതാണ് ആ രക്ഷ? നമ്മുടെ ദൈവവുമായുള്ള ബന്ധം. ലോകസമ്പത്ത്, ലോകത്തിലുള്ള അധികാരങ്ങൾ, പ്രശസ്തി, ലോകത്തിൽ നേടുന്ന വിജയങ്ങൾ, ഇവയെല്ലാം നേടിയാലും ആത്മാവ് നഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ജീവിത വിജയങ്ങളെല്ലാം വട്ടപൂജ്യമാണ് എന്ന് പറഞ്ഞു തരുന്ന ദൈവം. ദൈവവുമായി ബന്ധം പുലർത്താതെ നേടുന്ന വ്യക്തിത്വ വിജയങ്ങൾ മനുഷ്യദൃഷ്ടിയിൽ വലിയതായി നമുക്ക് തോന്നിയാലും ദൈവദൃഷ്ടിയിൽ അതൊരു നഷ്ടക്കച്ചവടം മാത്രമാണ്. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്ന വിധം ജീവിക്കുക എന്നുള്ള ആ പ്രധാന ദൗത്യം നിർവഹിക്കാതെ ജീവിതം അവസാനിപ്പിക്കുവാൻ അറിഞ്ഞ് ശ്രമിക്കുന്നവർ, ജീവിതം ഓടി തീരുകയാണ് എന്നറിയാതെ ജീവിക്കുന്നവർ, അവർ അറിയുന്നില്ല അവരുടെ ആത്മാവിന് സംഭവിക്കുവാൻ പോകുന്ന നഷ്ടം. യേശു ഈ വചനത്തിലൂടെ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ലോകം തരുന്ന വിജയങ്ങൾ, ഉയരങ്ങൾ, സമ്പാദ്യങ്ങൾ, ലോകം തരുന്ന പ്രശസ്തി, ഇതിലൊന്നും അഹങ്കരിക്കാതെ, അതേസമയം ലോകം തരുന്ന പരാജയങ്ങൾ, അതിൽ പകച്ചു നിൽക്കാതെ, അതിൽ പതറാതെ, ഈ ലോകവിജയങ്ങളും പരാജയങ്ങളും താൽക്കാലികം മാത്രമാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ, എന്നാൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ വിജയം നിത്യതയുള്ളതാണ് എന്ന നല്ല അറിവിൽ യേശുവിൻ്റെ വാക്കുകൾ കേട്ട് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ സ്വന്തമായി നമ്മുടെ ചിന്തകളാലും പ്രവൃത്തികളാലും നേടിയെടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.